നമസ്കാരം. ഇന്ന് സൂര്യൻ ചിങ്ങം രാശിയിൽ സംക്രമിക്കുന്നതാകുന്നു. വൈകുന്നേരം 6:24 സൂര്യ സംക്രമണം. എന്നാൽ സൂര്യോദയം നാളെ വരുന്നതിനാൽ നാളെ ചിങ്ങം 1 വരുന്നു, അഥവാ നാളെയാണ് ചിങ്ങം 1. ഒരു മാസാരംഭം എന്നതിനേക്കാൾ ഉപരി വർഷാരംഭമാണ് നാളെ. ഒരു പുതിയ തുടക്കം തന്നെയാകുന്നു. ഏവർക്കും ഒരു വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്നതായ ഫലങ്ങൾ നൽകുന്നതായ ദിവസം. ഇന്നേ ദിവസം കൈനീട്ടം വാങ്ങുന്നതിനും അതേപോലെ തന്നെ കണി കാണുന്നതിനും വളരെയധികം പ്രാധാന്യം വന്നു ചേരുന്നു. ഇന്നേ ദിവസം നാം കണി കാണേണ്ട ആ വസ്തുക്കളെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ആദ്യമായി പരാമർശിക്കേണ്ടത് സമയത്തെക്കുറിച്ചാകുന്നു. സമയത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. രാവിലെ 6:24 മുൻപ് തന്നെ കണി കാണുവാൻ ഏവരും പ്രത്യേകം ശ്രമിക്കുക. ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് കണി കാണുന്നതാണ് ഏറ്റവും ശുഭകരം. സാധിക്കുന്നവരാണ് എങ്കിൽ അപ്രകാരം ചെയ്യുക. അതല്ല എങ്കിൽ ഉണർന്ന് ആദ്യ 24 മിനിറ്റിൽ എന്തെല്ലാം നാം കാണുന്നുവോ അവ ഒരു വർഷത്തെ ഫലമായി തന്നെ നിങ്ങൾക്ക് വന്ന് ചേരുന്നതാകുന്നു. നാളെ കണി കാണേണ്ട ആ വിശേഷപ്പെട്ട വസ്തുക്കളെ കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. പൂജാമുറിയിൽ വിളക്ക് തെളിയിച്ചതിന് ശേഷം കണി കാണുന്നതാണ് ശുഭകരം. ഇപ്രകാരം കണി കാണുന്നതിലൂടെ ഈശ്വരാധീനം നിങ്ങളുടെ ജീവിതത്തിൽ വിളങ്ങി നിൽക്കുക തന്നെ ചെയ്യും. പൂജാമുറിയിൽ വിളക്ക് തെളിയിക്കുമ്പോൾ അത് നെയ്വിളക്കാകുന്നത് ഏറ്റവും ശുഭകരമാണ്. സാധിക്കുന്നവർ നെയ്വിളക്ക് തെളിയിക്കുക. കൂടാതെ ഭദ്രദീപം തന്നെ അഥവാ 5 തിരിയിട്ട വിളക്ക് തെളിയിക്കുന്നതും സർവ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. കൂടാതെ ഈ വിളക്കിന്റെ അടുത്തായി ചില വസ്തുക്കൾ കണിക്കായി വയ്ക്കേണ്ടതായിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ഒരു പറ നെല്ലാകുന്നു. വിളക്കിന്റെ അടുത്തായി നെല്ല് വയ്ക്കുക. കൂടാതെ മഞ്ഞ പട്ട്, നാണയം, വെറ്റില, അടയ്ക്ക, നാളികേരം, മഞ്ഞൾ, സ്വർണം എന്നിവ കണിക്കായി വയ്ക്കുന്നതും ഏറ്റവും ശുഭകരമാണ്. ഇപ്രകാരം വച്ച് കുടുംബാംഗങ്ങൾ ഏവരും കണി കാണുന്നത് അതീവ ശുഭകരം തന്നെയാകുന്നു. വർഷം മുഴുവൻ സർവ ഐശ്വര്യങ്ങളും ഉയർച്ചയും അവരുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതാകുന്നു. കൂടാതെ ഫലവർഗങ്ങൾ, സ്വർണം, പണം എന്നിവ കണി കാണുന്നതും ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. കൂടാതെ പ്രധാന വാതിലുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പ്രധാന വാതിൽ തുറന്ന് പ്രകൃതിയെയും ആകാശത്തെയും കണി കാണുന്നതും ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. ഒന്നും ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഇപ്രകാരം കണി കാണുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടാതെ തുളസിയുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ മനസ്സിലാക്കുക. തുളസി ഇന്നേ ദിവസം കണി കാണുന്നതും ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. അതേപോലെ തുളസി പോലുള്ള ദിവ്യ സസ്യങ്ങളെ ഇന്നേ ദിവസം കണി കാണുവാൻ പ്രത്യേകമായി ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ തന്നെ ഇപ്രകാരം കാണുന്നതിലൂടെ ആ വർഷം ജീവിതത്തിലേക്ക് വന്നു ചേരും. എന്നാൽ അടുക്കളയിൽ ചില കാര്യങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. തലേന്ന് തന്നെ വൃത്തിയായി തുടച്ചതിന് ശേഷം അടുക്കള വൃത്തിയാക്കിയതിന് ശേഷം അഥവാ ശുദ്ധിയാക്കിയതിന് ശേഷം ഒരു താലത്തിൽ ഒരൽപ്പം കർപ്പൂരവും 2 ഗ്രാമ്പൂവും എടുത്ത് കത്തിച്ച് അടുക്കള ഒഴിയുക. ഇങ്ങനെ ചെയ്യുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. ഇങ്ങനെ ചെയ്തതിന് ശേഷം 3 തവണ ഒഴിഞ്ഞതിന് ശേഷം അടുക്കളയിൽ കണി കാണുവാനായി ഒരൽപ്പം ജലം വയ്ക്കുക. അടുത്ത ദിവസം രാവിലെ ഇപ്രകാരം കണി കാണുന്നത് അഥവാ അടുക്കളയിൽ പ്രവേശിക്കുന്നതായ അവസരത്തിൽ ഈ ജലം കണി കാണുന്നത് ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. കൂടാതെ ആദ്യം തന്നെ പാല് കാച്ചുക എന്നതാണ് ചെയ്യേണ്ടത്. പാല് തിളയ്ക്കുന്നത് അതീവ ശുഭകരം തന്നെയാകുന്നു. അഥവാ രാവിലെ പാല് തിളയ്ക്കുന്നത് കണി കാണുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന് പറയാം. കുട്ടികളെയും വളർത്തു മൃഗങ്ങളെയും കണി കാണുന്നത് ശുഭകരമാകുന്നു. എന്നാൽ ആദ്യ 24 മിനിറ്റിനുള്ളിൽ തന്നെ ഇപ്രകാരം ചെയ്യേണ്ടതാകുന്നു. അതല്ല എങ്കിൽ പൂർണ്ണമായ ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല. നാളെ കുളിച്ച് ശുദ്ധിയായതിനു ശേഷം തീർച്ചയായും ഇപ്രകാരം ചെയ്യുന്നത് ശുഭകരമാകുന്നു. നാളെ ഭൂമിദേവിയെ തൊഴുന്നതും
സൂര്യഭഗവാനെ വണങ്ങുന്നതും അഥവാ തൊഴുന്നതും ഭൂമിദേവിയെ തൊട്ട് വന്ദിക്കുന്നതും ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. എന്നാൽ ഈ പരാമർശിച്ചിരിക്കുന്ന വസ്തുക്കൾ കണി കാണുന്നത് പോലെ തന്നെ ചില വസ്തുക്കൾ കണി കാണാൻ പാടില്ല എന്ന കാര്യവും ഓർക്കുക. ഈ വസ്തുക്കൾ കാണുന്നതിലൂടെ അത് നിങ്ങൾക്ക് ആ വർഷം മുഴുവൻ ശുഭകരമല്ലാത്ത ഫലങ്ങൾ വന്ന് ചേരുന്നതിന് കാരണമായി തീരും. അതേക്കുറിച്ച് മനസ്സിലാക്കാം. നിങ്ങളുടെ വീടുകളിൽ കേടായ വസ്തുക്കൾ ഉണ്ടാകാം. അത്തരത്തിൽ കേടായ വസ്തുക്കളുണ്ട് എങ്കിൽ അവ കണി കാണുവാൻ അല്ലെങ്കിൽ ആദ്യ 24 മിനിറ്റിൽ കാണുന്നത് അത്ര ശുഭകരമല്ല. ക്ലോക്ക് നിന്ന് പോവുകയോ അല്ലെങ്കിൽ തെറ്റായ സമയം കാണിക്കുന്നു എങ്കിൽ ആ തെറ്റായ സമയം ആദ്യ 24 മിനിറ്റിൽ കാണുന്നത് അത്ര ശുഭകരമല്ല. പഴയതായ കലണ്ടർ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ വീടുകളിൽ സൂക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ അവ കണി കാണുകയാണ് എങ്കിൽ അത് ദോഷകരമാണ് അല്ലെങ്കിൽ ശുഭകരമല്ല എന്ന് തന്നെ പറയാം. കൂടാതെ എണീറ്റ് ഉടനെ തന്നെ ദുഃഖകരമായ വാർത്തകൾ കാണുകയോ അല്ലെങ്കിൽ കേൾക്കുകയോ ചെയ്യുന്നതും അത് ആദ്യ 24 മിനിറ്റിനുള്ളിലാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ശുഭകരമല്ലാത്ത ഫലങ്ങൾ ആ വർഷം വന്ന് ചേരുന്നതിൻ്റെ സൂചനയായി തന്നെ കണക്കാക്കാം. അതിനാൽ തന്നെ ഈ കണിയും കാണാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അതേപോലെ ഇറ്റി വീഴുന്ന ജലം വാസ്തുപ്രകാരം വളരെ ദോഷമാണ് എന്നാണ് പറയുക. അതിനാൽ തന്നെ നിങ്ങൾ എണീറ്റ് വരുമ്പോൾ ഇത്തരത്തിൽ കാണുന്നത് ശുഭകരമല്ല എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. കലഹിക്കുവാൻ പാടുള്ളതല്ല. ആദ്യ 24 മിനിറ്റിലും ഇന്നേ ദിവസം പ്രത്യേകിച്ചും ഇപ്രകാരം ചെയ്യുന്നത് അതീവ ദോഷകരം തന്നെയാകുന്നു. അതിനാൽ തന്നെ സന്തോഷത്തോടെ ഇന്നേ ദിവസം ഇരിക്കുവാനും ആദ്യ 24 മിനിറ്റിൽ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുവാനും നിങ്ങൾ ഓർത്തിരിക്കുക. അടുക്കളയിൽ കഴുകാതെ വച്ചിരിക്കുന്നതായ പാത്രങ്ങൾ ആദ്യ 24 മിനിറ്റിൽ കാണുന്നത് അത്ര ശുഭകരമല്ല. അതേപോലെ അടുക്കളയിൽ സൂക്ഷിച്ചിരിക്കുന്നതായ വേസ്റ്റ് കാണുന്നതും അത്ര ശുഭകരമല്ല എന്ന കാര്യവും ഓർക്കുക. അലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ആ വീടുകളിലുണ്ട് എന്ന കാര്യമാണ് ഇതിലൂടെ അർത്ഥമാക്കേണ്ടത്. അതിനാൽ തന്നെ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കുവാൻ പ്രത്യേകം ഇന്നേ ദിവസം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ നിങ്ങളുടെ വീടുകളിൽ അലക്കാതെ വച്ചിരിക്കുന്നതായ വസ്ത്രങ്ങൾ കാണുന്നതും ശുഭകരമല്ല എന്ന കാര്യം ഓർക്കുക. അതിനാൽ ഇന്നേ ദിവസം തന്നെ ഇത്തരം വസ്ത്രങ്ങൾ കഴുകുവാൻ അഥവാ അലക്കുവാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒരു വർഷത്തെ ഫലമാണ് ഇപ്രകാരം കണി കാണുന്നതിലൂടെ വന്നു ചേരുക. അതിനാൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നാളെ കണി കാണുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് ഒന്നും സാധിക്കുന്നില്ല എങ്കിൽ പൂജാമുറിയിലെ ദേവതാ ചിത്രങ്ങൾ കണി കാണുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക.